ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏലിയൻസ് ഉണ്ട് എന്ന് തന്നെ പറയും. കാരണം ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഗാലക്സികൾ ഉള്ള നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ ഏതോ ഒരു ഗാലക്സിക്കകത്തുള്ള 100 ബില്യൺ സ്റ്റാറുകൾക്കിടയിൽ ഏതോ ഒരു സ്റ്റാറിന് ചുറ്റും കറങ്ങുന്ന ഒരൊറ്റ ഗ്രഹത്തിൽ മാത്രമേ ജീവനും ജീവികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് കരുതുന്നത് ഒട്ടും ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. ഡ്രേക്ക് ഇക്വേഷൻ പോലുള്ള കോൺസെപ്റ്റുകൾ അനുസരിച്ച് പോലും ഏകദേശം 12,500ഓളം പ്ലാനറ്റുകളിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയൻ സിവിലൈസേഷൻസ് ഉണ്ടാകാം എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഈ യൂണിവേഴ്സിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് സാരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഏലിയൻസ് എന്തെങ്കിലും നമ്മളെ മീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് മറ്റു പ്ലാനറ്റുകളിലുള്ള ജീവികളെ കണ്ടെത്താനാവുമോ? അതിൻ്റെ ഉത്തരം ചാൻസേ ഇല്ല എന്ന് തന്നെയാണ്. യൂണിവേഴ്സിൽ മറ്റു പ്ലാനറ്റുകളിലും ഏലിയൻസ് ഉണ്ടാവാമെന്ന് ഉറപ്പിച്ച് പറയാമെങ്കിലും അതിൻ്റെതായ ഒരു തെളിവും നമുക്ക് കിട്ടാനിടയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു കോൺട്രാഡിക്ഷൻ അറിയപ്പെടുന്ന പേരാണ് ഫെർമി പാരഡോക്സ്. ഇറ്റാലിയൻ ഫിസിസ്റ്റായ എൻറിക്കോ ഫെർമിയാണ് ഇത്തരം ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചത്. ഏലിയൻസിനും നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനും മീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒന്നാമത്തെ റീസൺ നമ്മുടെ യൂണിവേഴ്സിന്റെ ഈ വലിയ സൈസ് തന്നെയാണ്. മിൽക്കി വേയുടെ ഡയമീറ്റർ തന്നെ ഏകദേശം 1,00,000 ലൈറ്റ് ഇയർ ആണ്. പ്രകാശത്തിന് പോലും ഇത്രയും ഡിസ്റ്റൻസുകളൊക്കെ ട്രാവൽ ചെയ്യാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നിരിക്കെ നമ്മൾക്കോ ഏലിയൻസിനോ ഇത്രയും ദൂരങ്ങൾ സഞ്ചരിച്ച് ലൈഫ് പോസിബിൾ ആയിട്ടുള്ള എക്സോ പ്ലാനറ്റുകളിലൊന്നും തന്നെ എത്താൻ പറ്റില്ല. പ്രകാശത്തേക്കാൾ സ്പീഡിൽ മാസീവായിട്ടുള്ള യാതൊന്നിനും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വേം ഹോൾസ് പോലുള്ള കോൺസെപ്റ്റുകളെ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്. നമ്മൾ അയക്കുന്ന സിഗ്നലുകൾ ഏലിയൻസിനോ അവരുടെ സിഗ്നലുകൾ നമുക്കോ കിട്ടണമെങ്കിലും അവർക്ക് നമ്മളെ നിരീക്ഷിക്കാൻ സാധിക്കണമെങ്കിലും ഈ സിഗ്നലുകൾ ഇതിനിടയിൽ എത്രയോ വർഷങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരും. ഏലിയൻസ് നമ്മുടെ എർത്തിനെ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അവർക്ക് കിട്ടുന്ന പിക്ചർ ലക്ഷക്കണക്കിന് വർഷം മുമ്പുള്ള എർത്തിൻ്റെതാവും. അവർ കാണുന്നത് ഡൈനോസറുകളെയോ അല്ലെങ്കിൽ ജീവൻ തന്നെ ഉത്ഭവിച്ചിട്ടില്ലാത്ത പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള എർത്തിയോ മറ്റോ ആവും. അതുപോലെ നമുക്ക് ഏലിയൻസിന്റെ പിക്ചർ ലഭിച്ചാൽ തന്നെയും അത് എത്രയോ വർഷം മുമ്പുള്ളതാവും. എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പോലും വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ ജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സും DNA, സെല്ല് ഇങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. മറ്റ് ഗ്രഹങ്ങളിലെ ലൈഫ് ഫോംസും അങ്ങനെ തന്നെ ആവണം എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തുന്ന ഏലിയൻസ് എവല്യൂഷൻസിന്റെ പ്രൈമറി സ്റ്റേജുകളിൽ മാത്രമാണെങ്കിലോ? അവ ചിലപ്പോൾ ബാക്ടീരിയയൊക്കെ പോലെ സൂക്ഷ്മജീവികളാണെങ്കിലോ? ഫ്യൂച്ചറിൽ നമുക്ക് ഏലിയൻസിന്റെ എന്തെങ്കിലും തെളിവ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ ലഭിച്ചാൽ തന്നെ അവരിപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്? പല ഏലിയൻ സാമ്രാജ്യങ്ങളും ഡൈനോസറുകളെയൊക്കെ പോലെ വംശനാശം വന്ന് പോയിട്ടുണ്ടെങ്കിലോ? ഭൂമി ഉണ്ടായിട്ട് തന്നെ 450 കോടി വർഷങ്ങളായി. മനുഷ്യന്മാരുണ്ടായിട്ട് ഏകദേശം 2 മുതൽ 3 ലക്ഷം വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. ഇതിനു മുമ്പുള്ള നമുക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഏലിയൻ സ്പീഷീസ് ഇവിടെ തന്നെ വന്ന് പോയിട്ടുണ്ടെങ്കിലോ? ചിന്തിക്കും തോറും 100 പോസിബിലിറ്റീസും അതിനേക്കാളേറെ പുതിയ ചോദ്യങ്ങളും ഉണ്ടാകാനിടയുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഫെർമി പാരഡോക്സ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ മാത്രം ആക്രമിക്കുന്ന ഹോളിവുഡ് ഏലിയൻസിനെ കണ്ട് തൃപ്തിപ്പെട്ടിരിക്കാം എന്നതൊഴിച്ചാൽ ഇത്തരം ഭീതികൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതാണ് സാരം.